Hello dear students, welcome to Math Root. Let's begin with some definitions. Global minimum. F of x is said to have a global minimum at x naught in S if for all x in S, f of x greater than or equal to f of x naught. അതായത് S എന്ന് പറഞ്ഞ ഒരു സെറ്റിൽ ഒരു ഫംഗ്ഷൻ f of x ന് x naught എന്ന് പറഞ്ഞ പോയിന്റിൽ ഗ്ലോബൽ മിനിമം ഉണ്ടെന്ന് പറയണമെങ്കിൽ നമ്മൾ ഏത് പോയിന്റിലെ ഈ സെറ്റിലെ ഏത് പോയിന്റ്സ് എക്സ് നമ്മൾ ചൂസ് ചെയ്താലും എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കണം. അതായത് ഇപ്പം നമ്മളൊരു സെറ്റ് എസ് ചൂസ് ചെയ്തു, ഓക്കെ, ഒരു സെറ്റ് എസ് നമ്മൾ ചൂസ് ചെയ്തു, ഓക്കെ, അതിലുള്ളൊരു പോയിന്റ് നമ്മൾ എക്സ് നോട്ട് നമ്മൾ ചൂസ് ചെയ്തു. ഇനി ഈ എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ഫംഗ്ഷൻ എഫിന് എസ് എന്ന് പറഞ്ഞ സെറ്റിൽ ഈ പോയിന്റിൽ ഗ്ലോബൽ മിനിമം ഉണ്ടെന്ന് പറയണമെങ്കിൽ ഇതിലെ മറ്റേത് പോയിന്റ് എക്സ് വൺ എക്സ് ടു ഒക്കെ നമ്മൾ ചൂസ് ചെയ്താലും ഓക്കെ ഈ പോയിന്റിൻ്റെ വാല്യൂ ഓക്കെ എഫ് ഓഫ് എക്സ് നോട്ടിൽ ഈ പോയിന്റിൻ്റെ ഫംഗ്ഷൻ്റെ ഈ പോയിന്റിലുള്ള വാല്യൂ എപ്പോഴും ഒന്നുകിൽ മറ്റ് പോയിന്റിന് ഈക്വലോ അല്ലെങ്കിൽ ചെറുതോ ആയിരിക്കണം. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് നമുക്ക് എന്ത് പറയാം, എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ ഗ്ലോബൽ മിനിമം ഉണ്ട്. ഇനിയിപ്പോൾ ഗ്ലോബൽ മാക്സിമം ഉണ്ടെന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഇനീക്വാലിറ്റി റിവേഴ്സ് ആയി വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ മാക്സിമം ഉണ്ടെന്ന് പറയണമെങ്കിൽ എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ ഗ്ലോബൽ മാക്സിമം ആണെന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കണം ഫോർ ഓൾ എക്സ് ഇൻ എസ്. ഓക്കെ, next definition, relative minimum. F of x is said to have a local or relative minimum at x naught in S if there exists a delta neighborhood of x naught such that f of x naught greater than or equal to f of x naught for all x in the neighborhood. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഓക്കെ എസ് എന്ന് പറഞ്ഞ സെറ്റിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷന് ലോക്കൽ അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം ഉണ്ട് എക്സ് നോട്ട്. ഓക്കെ, എസ്സിലെ ഈ പോയിന്റ് എക്സ് നോട്ടിൽ ലോക്കൽ ഓർ റിലേറ്റീവ് മിനിമം ഉണ്ടെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്, എക്സ് നോട്ടിൻ്റെ ഒരു ഡെൽറ്റ നൈബർഹുഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം, എക്സിസ്റ്റ് ചെയ്യണം. ഒരു എക്സ് നോട്ടിൻ്റെ ഒരു ഡെൽറ്റ നൈബർഹുഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. ആ നൈബർഹുഡിൽ ഫംഗ്ഷൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ഫോർ ഓൾ എക്സ് ഇൻ ദി നൈബർഹുഡ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിലും ഇപ്പോൾ എസ് എന്ന് പറഞ്ഞ സെറ്റ്, ഓക്കെ, ഈ സെറ്റിലൊരു പോയിന്റാണ് എക്സ് നോട്ട്. ഓക്കെ, ഇനി നമ്മുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ എസ് എന്ന് പറഞ്ഞ സെറ്റിലെ എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ എഫിന് ലോക്കൽ അല്ലെങ്കിൽ റിലേറ്റീവ് മിനിമം ഈ പോയിന്റിൽ എക്സ് നോട്ടിൽ ഉണ്ടെന്ന് പറയാൻ പറ്റണമെങ്കിൽ ഒരു നൈബർഹുഡ് ഡെൽറ്റ നൈബർഹുഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഈ നൈബർഹുഡിലെ ഏത് പോയിന്റ് എക്സുകൾ നമ്മൾ ചൂസ് ചെയ്താലും ഓക്കെ എഫ് ഓഫ് എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കണം. ഓക്കെ, അതായത് എക്സ് നോട്ടിൻ്റെ വാല്യൂ എഫിൻ്റെ ഫംഗ്ഷൻ്റെ എക്സ് നോട്ടിലുള്ള വാല്യൂ എപ്പോഴും ചെറുതായിരിക്കണം, അല്ലെങ്കിൽ ഈ മറ്റ് പോയിന്റ്സിന് ഈക്വൽ ആയിരിക്കണം ഈ നൈബർഹുഡിൽ. അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷൻസ് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ റിലേറ്റീവ് മിനിമം എന്ന് മീൻ ചെയ്യുന്നത് ഒരു പോയിന്റിൻ്റെ നൈബർഹുഡിൽ മാത്രം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. പക്ഷേ റിലേറ്റീവ് മിനിമത്തിനേക്കാൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയിട്ടുള്ള കാര്യമാണിത്. ഗ്ലോബൽ മിനിമം എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു പോയിന്റിൻ്റെ നൈബർഹുഡ് അല്ല, എൻ്റെ സെറ്റിൽ മൊത്തത്തിൽ എന്ത് ചെയ്യണം, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതാണ് ഗ്ലോബൽ മിനിമം അതേപോലെ റിലേറ്റീവ് മിനിമം തമ്മിലുള്ള ഡിഫറൻസ്. ഇതേപോലെ നമുക്ക് റിലേറ്റീവ് മാക്സിമം നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇത്തരത്തിലുള്ള ഒരു നൈബർഹുഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. എഫ് ഓഫ് എക്സ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് നോട്ടിൻ്റെ ഒരു ഡെൽറ്റ നൈബർഹുഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയാൽ ഓക്കെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ് നോട്ടിൻ്റെ ഒരു ഡെൽറ്റ നൈബർഹുഡ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയാൽ അതിനെ റിലേറ്റീവ് മാക്സിമം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, തിയറം, ലെറ്റ് കെ സബ്സെറ്റ് En be a convex set, x belongs to K and f of x a convex function.
then if f of x has a relative minimum, it is also a global minimum. അതായത് ഇ എൻ എന്ന് പറഞ്ഞാൽ യൂക്ലിഡിയൻ സ്പേസ് ആണ്. ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആണ് കെ. ഓക്കെ, കെ ഒരു കോൺവെക്സ് സെറ്റാണ്. ഇനി കെ എന്ന് പറഞ്ഞാൽ ഈ കോൺവെക്സ് സെറ്റിൽ ഒരു പോയിന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതേപോലെ എഫ് ഓഫ് എക്സ് എന്താണ്? ഈ കെയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കോൺവെക്സ് ഫംഗ്ഷനാണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഒരു കോൺവെക്സ് ഫംഗ്ഷനാണ്. ഇനി എഫ് ഓഫ് എക്സിന് ഒരു റിലേറ്റീവ് മിനിമം ഉണ്ടെങ്കിൽ, ഓക്കെ, ഈ സെറ്റിൽ എഫ് ഓഫ് എക്സിന് ഒരു റിലേറ്റീവ് മിനിമം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ഗ്ലോബൽ മിനിമം കൂടെ ആയിരിക്കും. ഓക്കെ, അതായത് നമുക്കൊരു നൈബർഹുഡിൽ പറയാൻ പറ്റുന്ന മിനിമത്തിനെ നമുക്ക് എൻ്റയർ സെറ്റിലേക്ക് നമുക്ക് പറയാൻ പറ്റും. എപ്പോഴും സെറ്റ് കോൺവെക്സും ആയിരിക്കണം, ഫംഗ്ഷൻ കോൺവെക്സ് ഫംഗ്ഷനും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു നൈബർഹുഡിൽ മാത്രം പറയാൻ പറ്റുന്ന മിനിമത്തിന് നമുക്ക് എൻ്റയർ സെറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് റിലേറ്റീവ് മിനിമം ആണെങ്കിൽ എന്തായിരിക്കും? അത് ഗ്ലോബൽ മിനിമം ആയിരിക്കും. അതേപോലെ ഓൾസോ ഇഫ് ദിസ് മിനിമം ഈസ് അറ്റൈൻഡ് ഇൻ മോർ ദാൻ വൺ പോയിന്റ്, ദി മിനിമം ഈസ് അറ്റൈൻഡ് അറ്റ് ദി കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഓൾ സച്ച് പോയിന്റ്സ്. ഇപ്പോൾ ഒരു പോയിന്റിൽ മിനിമം അറ്റൈൻ ചെയ്യുന്നുണ്ട്, അത് ഒന്നിലധികം പോയിന്റിൽ അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിലെല്ലാം എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ആയിരിക്കും, ഇപ്പോൾ x1 എന്ന് പറഞ്ഞ പോയിന്റ്, അതേപോലെ x2 എന്ന് പറഞ്ഞ മറ്റൊരു പോയിന്റ്. ഈ രണ്ട് പോയിന്റിലും എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷന് മിനിമം ഉണ്ട്. ഇനി അങ്ങനെ ഒന്നിലധികം പോയിന്റ്സിൽ, ഇപ്പോൾ എക്സാമ്പിൾ 3 പോയിന്റ്സിലുണ്ടെങ്കിൽ ഈ പോയിന്റിനെ എല്ലാം ജോയിൻ ചെയ്യുന്ന കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഈ പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിലെല്ലാം എന്തായിരിക്കും? ഈ ഫംഗ്ഷന് മിനിമം ആയിരിക്കും. ഓക്കെ, മിനിമം അറ്റൈൻ ചെയ്യുന്നത് ഈ 2 പോയിന്റിലാണെങ്കിൽ ആ 2 പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈനിലുള്ള ഏത് പോയിന്റിലും എന്തായിരിക്കും? വീണ്ടും മിനിമം ആയിരിക്കും. ഇതാണ് തിയറത്തിൻ്റെ ഐഡിയ. പ്രൂഫ്: ലെറ്റ് എഫ് ഓഫ് എക്സ് ഹാവ് എ റിലേറ്റീവ് മിനിമം അറ്റ് എക്സ് നോട്ട്. അതായത് ഇ എൻ എന്ന് പറഞ്ഞ യൂക്ലിഡിയൻ സ്പേസിൻ്റെ ഒരു കോൺവെക്സ് സബ്സെറ്റ് ആണ് ഇത് കെ. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷന് എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിലൊരു റിലേറ്റീവ് മിനിമം ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി കെ എന്ന് പറഞ്ഞ കോൺവെക്സ് സെറ്റിലുള്ള ഒരു പോയിന്റ് ആണിത് x1. Then for any delta greater than 0, it is possible to choose delta, 0 less than delta less than 1 such that there exists x equal to lambda x0 plus 1 minus lambda x1 lying in the delta neighborhood of x0. നമ്മൾ ചൂസ് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുക? ഏതൊരു പോസിറ്റീവ് ഡെൽറ്റ നമ്മൾ ചൂസ് ചെയ്താലും ഓക്കെ, നമുക്ക് ഒരു ഡെൽറ്റ ചൂസ് ചെയ്യാൻ പറ്റും. പോസിറ്റീവായിട്ടുള്ള ഡെൽറ്റയുടെ വാല്യൂ 0ക്കും 1നും ഇടയിലായിരിക്കണം. അതായത് ഡെൽറ്റ ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ 0-1. അതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? ഓക്കെ, ഒരു എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ x0ൻ്റെയും ഈ x1ൻ്റെയും, ഓക്കെ, ഈ x0ൻ്റെയും ഈ x1ൻ്റെയും, അതായത് കെയിലുള്ള 2 പോയിന്റ്സ് ആയിട്ടുള്ള x0ൻ്റെയും x1ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു പോയിന്റ് എക്സിനെ റെപ്രസെന്റ് ചെയ്യും. ഈ എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് x0ൻ്റെ ഈ ഡെൽറ്റ, ഈ പോസിറ്റീവ് ഡെൽറ്റ നെയ്ബർഹുഡിൽ ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡെൽറ്റയെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും എന്ത്? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. ദാറ്റ് മീൻസ് എഫ് ഓഫ് ദിസ് പോയിന്റ്, എക്സ് എന്ന് പറഞ്ഞാൽ x0ൻ്റെയും x1ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ദിസ് പോയിന്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. അതിന് റീസൺ എന്താണ്? എക്സ് നോട്ട് എന്താണ്? റിലേറ്റീവ് മിനിമം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ എക്സ് എന്താണ്? x0ൻ്റെ ഡെൽറ്റ നൈബർഹുഡിലുള്ള പോയിന്റ് ആണ്. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും എന്ത്? എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. So f of x naught less than or equal to f of x implies f of x naught less than or equal to, ഇനി നമുക്കറിയാം എക്സിനെ നമ്മൾ x0ൻ്റെയും x1ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ഇതിവിടെ പുട്ട് ചെയ്യുക. ഓക്കെ, എക്സിന് പകരം നമ്മൾ ഇതിവിടെ പുട്ട് ചെയ്തു. സോ എഫ് ഓഫ് ദിസ്. ഇനി നമുക്കറിയാം എഫ് കോൺവെക്സ് ആണ്. സോ എഫ് ഓഫ് ദിസ് ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു lambda into f of x0 plus 1 minus lambda into f of x1. Okay,
സോ നമ്മൾ ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 1. എഫ് ഓഫ് എക്സ് നോട്ട് കോമൺ ആണ്, ഔട്ട് ചെയ്യാം. ഓക്കെ, സോ 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 1. ഇനി 1 മൈനസ് ലാംഡ എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കും, അതേപോലെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, കാരണം എന്താണ്? നമ്മൾ നേരത്തെ ലാംഡ ആ രീതിയിലാണ് ചൂസ് ചെയ്തത്. സോ നമുക്ക് 1 മൈനസ് ലാംഡയെ രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്യാം. സോ പോസിറ്റീവ് ആണ്, അപ്പോൾ ഇനീക്വാലിറ്റി ചേഞ്ച് ചെയ്യില്ല. എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 1. സോ നമുക്കെന്ത് പറയാൻ പറ്റും? ഇനി അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? എഫ് ഓഫ് എക്സ് നോട്ട് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 1. ഇനി എക്സ് 1 എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? കെയിലൊരു ആർബിട്രറി പോയിന്റ് ആണ്. ഈ എക്സ് 1 ആയിട്ട് നമുക്ക് ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ് നോട്ടിനെ ഫിക്സ് ചെയ്യാം. സോ എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 1 ഫോർ എനി എക്സ് 1 ഇൻ കെ. സോ നമുക്ക് പറയാം എന്ത്? എക്സ് നോട്ട് ഈസ് എ ഗ്ലോബൽ മിനിമം ഫോർ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഗ്ലോബൽ മിനിമം ആണ് എക്സ് നോട്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രൂഫിൻ്റെ മറ്റു പാർട്ട് കൂടെ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അതായത് ഒന്നിലധികം പോയിന്റ്സിൽ മിനിമം അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അത് ആ പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിലെല്ലാം മിനിമം അറ്റൈൻ ചെയ്യും. അല്ലെങ്കിൽ ആ രണ്ട് പോയിന്റ്സിൻ്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിലെല്ലാം എന്തായിരിക്കും? മിനിമം ആയിരിക്കും എന്നും കൂടെ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. ഓക്കെ, നൗ അസ്യൂം വൈ നോട്ട് ബി എനി അതർ പോയിന്റ് ഓൺ കെ വേർ ദി മിനിമം ഈസ് അറ്റൈൻഡ്. ഇനി വൈ നോട്ട് എന്താണ്? അതേപോലെ മിനിമം അറ്റൈൻ ചെയ്യുന്ന, അതായത് എക്സ് നോട്ടിനെ പോലെ മിനിമം അറ്റൈൻ ചെയ്യുന്ന മറ്റൊരു പോയിന്റ് ആണ് വൈ നോട്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് എക്സ് നോട്ടും എഫ് ഓഫ് വൈ നോട്ടും സെയിം ആയിരിക്കും. യൂസിങ് വൈ നോട്ട് ഇൻസ്റ്റെഡ് ഓഫ് എക്സ് 1 ഇൻ എബോവ് പാർട്ട് വി ഗെറ്റ്, അതായത് നമ്മൾ മുമ്പേ ചെയ്ത പാർട്ടിൽ എക്സ് 1 പകരം നമ്മൾ വൈ നോട്ടിന് നമ്മൾ അവിടെ യൂസ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ്, ഈ എക്സ് നോട്ടിനെ നമ്മൾ എക്സ് നോട്ടിൻ്റെയും എക്സ് 1 പകരം നമ്മൾ എന്ത് ചെയ്യുക? വൈ നോട്ടിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ലാംഡ എക്സ് നോട്ട് പ്ലസ് 1 മൈനസ് ലാംഡ വൈ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമുക്കറിയാം ഫംഗ്ഷൻ എഫ് കോൺവെക്സ് ആണ്. സോ ഇതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് വൈ നോട്ട് എന്ന് എഴുതാം. സോ ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് വൈ നോട്ടിന് പകരം നമുക്ക് എഫ് ഓഫ് എക്സ് നോട്ടിന് നമുക്ക് പുട്ട് ചെയ്യാം. സോ ഇവിടുന്ന് എഫ് ഓഫ് എക്സ് നോട്ട് ക്യാൻസൽ ചെയ്യും, ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് ക്യാൻസൽ ചെയ്യും. സോ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കും. പക്ഷേ എഫ് ഓഫ് എക്സ് നോട്ടും എഫ് ഓഫ് വൈ നോട്ടും സെയിം ആണ്. സോ നമുക്ക് എഫ് ഓഫ് വൈ നോട്ടിന് ഇവിടെ പുട്ട് ചെയ്യാം. സോ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ നോട്ട്. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ടിന് നമ്മൾ എക്സ് നോട്ടിൻ്റെയും വൈ നോട്ടിൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയത് ഇവിടെ നമ്മൾ പുട്ട് ചെയ്യുക എക്സ് നോട്ടിന് പകരം. സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് വൈ നോട്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇംപ്ലൈസ് എഫ് ഓഫ് ദിസ് ടേം ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട്. ദാറ്റ്സ് ഈക്വൽ ടു, ഇനി എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. എഫ് ഓഫ് എക്സുകളിലെ ഏറ്റവും മിനിമം ആയിരിക്കും. സോ മിനിമം എഫ് ഓഫ് എക്സ് ഈസ് ഓൾസോ അറ്റൈൻഡ് അറ്റ് ലാംഡ എക്സ് നോട്ട് പ്ലസ് 1 മൈനസ് ലാംഡ വൈ നോട്ട്. സോ എഫ് ഓഫ് എക്സിൻ്റെ മിനിമം എവിടെ അറ്റൈൻ ചെയ്തിട്ടുണ്ട്? ലാംഡ എക്സ് നോട്ട് പ്ലസ് 1 മൈനസ് ലാംഡ വൈ നോട്ട് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലും അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഇനി ഈ പോയിന്റ് ആരാണ്? ഈ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് നോട്ടിൻ്റെയും വൈ നോട്ടിൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ എക്സ് നോട്ടിനെയും വൈ നോട്ടിനെയും ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിലുള്ള മുഴുവൻ പോയിന്റ്സിലും എന്തായിരിക്കും? ഫംഗ്ഷന് മിനിമം ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിൽ അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, മിനിമം അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിൽ, അതായത് ആ രണ്ട് പോയിന്റിന്റെ കോൺവെക്സ് ലീനിയർ കോമ്പിനേഷനിലെല്ലാം ഫംഗ്ഷൻ എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദി പ്രൂഫ്. നെക്സ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്. ഇപ്പോൾ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് n വേരിയബിൾസ് ഉള്ളൊരു ഫംഗ്ഷനാണ്. അതായത് എഫ് ഡിഫൈൻഡ് ആയിട്ടുള്ളത് x1 x2 എക്സ്ട്രാ xj എക്സ്ട്രാ xn n വേരിയബിൾസ് ഉള്ള ഒരു ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു xjth കമ്പോണൻറ്റിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള എഫിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ജെ എന്നാണ്. ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഡോ എഫ് ബൈ ഡോ എക്സ് ജെ ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ജെ ടെൻസ് ടു 0 എഫ് ഓഫ്
x plus delta xj minus f of x by delta xj. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് ആയിരിക്കും എന്ത്? ഈ ലിമിറ്റ് ആയിരിക്കും എന്ത്? എഫിൻ്റെ എക്സ് ജെത്ത് കോർഡിനേറ്റിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗ്രേഡിയൻറ്റ് ഓഫ് എഫ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് ഡെൽ എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ x1 ഡോ എഫ് ബൈ ഡോ x2 എക്സെട്ര ഡോ എഫ് ബൈ ഡോ xn. അതായത് ഗ്രേഡിയൻ്റ് എന്ന് മീൻ ചെയ്യുന്നത് ഒരു n വെക്ടറാണ്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ഒരു കോളം വെക്ടറായിട്ടാണ് നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ മീൻ ചെയ്യുന്നത് എത്രയാണ്? എഫ് ഇപ്പോൾ x1 x2 എക്സെട്ര xn വേരിയബിളുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഓരോ കോർഡിനേറ്റ് വൈസ് ഉള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, അതായത് എഫിൻ്റെ x1 ഉള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്, ഓക്കെ, അതേപോലെ എഫിൻ്റെ x2 ഉള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്, ഓക്കെ, എക്സെട്ര എഫിൻ്റെ xn ഉള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്. ഇത് നമ്മളൊരു കോളം വെക്ടറായിട്ട് എഴുതുന്നു. ഇതിന് ഈ വെക്ടർ, ഓക്കെ, ഇതൊരു n ടപ്പിൾ ആയിരിക്കും. x1 x2 എക്സെട്ര പോലുള്ള ഒരു n ടപ്പിൾ ആയിരിക്കും. ഈ വെക്ടറിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് ഡോ എഫ് ബൈ ഡോ xn ആയിരിക്കും, nth എലമെൻറ്റ് ഡോ എഫ് ബൈ ഡോ xn ആയിരിക്കും. അപ്പോൾ ഈ വെക്ടറിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രേഡിയൻ്റ് എഫ്. ഓക്കെ, ഇനി അതായത് ഡെൽ എഫ് എന്ന് നമ്മളിതിനെ നൊട്ടേറ്റ് ചെയ്യും. ഇനി ഇതിനെ ഈ രീതിയിലും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ റോ വൈസ് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഡെൽ എഫ് ഈക്വൽ ടു ഈ വെക്ടർ എഴുതിയത് അതിൻ്റെ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രേഡിയൻറ്റിൻ്റെ ഐഡിയ. ജസ്റ്റ് ആൻ എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈൻ വൈ. ഓക്കെ, ഇത് രണ്ട് വേരിയബിൾ എക്സിലും വൈയിലുള്ള ഒരു ഫംഗ്ഷനാണ് എക്സ് സ്ക്വയർ സൈൻ വൈ. സോ എഫിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വൈ ഉള്ള ഫംഗ്ഷനെ അതേപോലെ നിർത്തുക കോൺസ്റ്റൻ്റ് ആയിട്ട്. ഓക്കെ, എക്സ് സ്ക്വയറിനത് 2x, അപ്പോൾ 2x സൈൻ വൈ ആയിരിക്കും ഡോ എഫ് ബൈ ഡോ എക്സ്. ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിനെ അതേപോലെ നിർത്തുക, സൈൻ വൈന്നത് കോസ് വൈ, അപ്പോൾ എക്സ് സ്ക്വയർ കോസ് വൈ ആയിരിക്കും ഡോ എഫ് ബൈ ഡോ വൈ. സോ ഡെൽ എഫ് ഓഫ് എക്സ് വൈ, അതായത് ഗ്രേഡിയൻറ്റ് എഫ് ഈക്വൽ ടു, സോ 2x സൈൻ വൈ എക്സ് സ്ക്വയർ കോസ് വൈ, 2x സൈൻ വൈ എക്സ് സ്ക്വയർ കോസ് വൈ. ഈ കോളം വെക്ടർ ആയിരിക്കും എന്ത്? ഡെൽ എഫ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം, 2x സൈൻ വൈ എക്സ് സ്ക്വയർ കോസ് വൈ. ഓക്കെ, ട്രാൻസ്പോസ്. ഓക്കെ, ഈ രീതിയിൽ റോ വൈസ് നമുക്കിതിനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു വെക്ടർ ആയിരിക്കും. ഇതിൽ രണ്ട് കോർഡിനേറ്റ് ആണുള്ളത്. ഇത് ഫസ്റ്റ് കോർഡിനേറ്റ്, ഇത് സെക്കൻഡ് കോർഡിനേറ്റ്. ഓക്കെ, തിയറം, ലെറ്റ് എഫ് ഓഫ് എക്സ് ബി ഡിഫൈൻഡ് ഇൻ എ കോൺവെക്സ് ഡൊമൈൻ കെ സബ്സെറ്റ് en and be differentiable. Then f of x is a convex function if and only if f of x2 minus f of x1 greater than or equal to x2 minus x1 dash into del f of x1 for every x1 x2 belongs to k. That means ഒരു കോൺവെക്സ് സെറ്റ് ആണ് ഇത് കെ. ഓക്കെ, യൂക്ലിഡിയൻ ഡൊമൈൻ ഇൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള കെ എന്ന് പറയുന്നതാണ് ഒരു കോൺവെക്സ് സെറ്റ് ആണ്. ഈ കോൺവെക്സ് സെറ്റിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്. കൂടാതെ എഫ് ഓഫ് എക്സ് എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഒരു കോൺവെക്സ് ഫംഗ്ഷൻ ആണെങ്കിൽ, ഓക്കെ, അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതേപോലെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? കോൺവെക്സ് ഫംഗ്ഷൻ ആയിരിക്കും. ഇതൊരു നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ്. നമുക്കിതിൻ്റെ പ്രൂഫ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രൂഫ്, assume f of x2 minus f of x1 greater than or equal to x2 minus x1 dash into del f of x1. ഓക്കെ, ഈ കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യാം ഫോർ എവറി x1 x2 ബിലോങ്സ് ടു കെ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ഒന്ന് പുട്ട് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം? x3 എന്നുള്ളത് കെയിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. ലെറ്റ് x3 ബി എനി പോയിന്റ് ഇൻ കെ സച്ച് ദാറ്റ്, അതൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് x1നെ x2ൻ്റെയും ഈ x3ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ രീതിയിലുള്ള ഒരു x3 നമ്മൾ കെ നമ്മൾ ചൂസ് ചെയ്യാം. സോ ഈ ഹൈപ്പോത്തസിസ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യാം. സോ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് x3 മൈനസ് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x3 മൈനസ് x1 ഡാഷ് ഇൻറ്റു ഡെൽ എഫ് ഓഫ് x1 എന്ന് എഴുതാം. ഇതിന് നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ നമ്പർ 2 പുട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ലാംഡ ഇൻറ്റു ഇക്വേഷൻ നമ്പർ 1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ലാംഡ ഇൻറ്റു ഇക്വേഷൻ നമ്പർ 1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ചെയ്യുന്നു. ഓക്കെ, സോ നമ്മൾ
ലാംഡ ഇൻറ്റു ഇക്വേഷൻ നമ്പർ 1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു ഇക്വേഷൻ നമ്പർ 2 ചെയ്യുന്നു. ഓക്കെ, നമ്മൾ രണ്ട് ഇക്വേഷൻസിൻ്റെയും ലെഫ്റ്റ് സൈഡിനെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചെയ്താൽ ലാംഡ ഇൻറ്റു ഇക്വേഷൻ നമ്പർ 1ൻ്റെ ലെഫ്റ്റ് എഫ് ഓഫ് എക്സ് 2 മൈനസ് എഫ് ഓഫ് എക്സ് 1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു 2ൻ്റെ ലെഫ്റ്റ് എഫ് ഓഫ് എക്സ് 3 മൈനസ് എഫ് ഓഫ് എക്സ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഇൻ ഇക്വേഷൻ നമ്പർ 1ൻ്റെ റൈറ്റ് സൈഡ് എക്സ് 2 മൈനസ് എക്സ് 1 ഡാഷ് ഇൻറ്റു ഡെൽ എഫ് ഓഫ് എക്സ് 1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു ഇക്വേഷൻ നമ്പർ 2ൻ്റെ റൈറ്റ് സൈഡ് എക്സ് 3 മൈനസ് എക്സ് 1 ഡാഷ് ഇൻറ്റു ഡെൽ എഫ് ഓഫ് എക്സ് 1. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനിവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 2 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 3. ഓക്കെ, ഇവിടെ ഒരു ലാംഡ എഫ് ഓഫ് എക്സ് 1 മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് 1 ഒന്ന് ക്യാൻസൽ ചെയ്തു. നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ കിട്ടും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് സൈഡ് നമ്മൾ ചെയ്താൽ ലാംഡ എക്സ് 2 ഡാഷ് മൈനസ് ലാംഡ എക്സ് 1 ഡാഷ് പ്ലസ് 1 മൈനസ് ലാംഡ എക്സ് 3 ഡാഷ് മൈനസ് 1 മൈനസ് ലാംഡ എക്സ് 1 ഡാഷ്. അതിൽ എല്ലാത്തിലും എന്ത് കോമൺ ആണ്? ഡെൽ എഫ് ഓഫ് എക്സ് 1 കോമൺ ആണ്, അതിനെ ഔട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ലാംഡ എഫ് ഓഫ് എക്സ് 2 പ്ലസ് 1 മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് 3 മൈനസ് എഫ് ഓഫ് എക്സ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ഇതിനെ നമ്മൾ മാറ്റി എഴുതുന്നു ലാംഡ എക്സ് 2 ഡാഷ് മൈനസ് 1 മൈനസ് ലാംഡ എക്സ് 3 ഡാഷ് മൈനസ് എക്സ് 1 ഡാഷ് ഇൻറ്റു ഡെൽ എഫ് ഓഫ് എക്സ് 1. ഓക്കെ, ദിസ് ഈക്വൽ ടു 0. കാരണം എന്താണ്? എക്സ് 1നെ എക്സ് 2ൻ്റെയും എക്സ് 3ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 0 ഇൻറ്റു ഡെൽ എഫ് എക്സ് 1 എന്ന് വരും. അപ്പോൾ ദിസ് ഈക്വൽ ടു 0. സോ നമുക്ക് കിട്ടുന്നത് ലാംഡ എഫ് ഓഫ് എക്സ് 2 പ്ലസ് 1 മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് 3 മൈനസ് എഫ് ഓഫ് എക്സ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇതിനെ റെപ്രസെൻ്റ് ചെയ്താൽ ലാംഡ എഫ് ഓഫ് എക്സ് 2 പ്ലസ് 1 മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ 0 കിട്ടാനുള്ള റീസൺ ഇതാണ്. ഇപ്പോൾ എക്സ് 1നെ നമുക്ക് ലാംഡ എക്സ് 2 പ്ലസ് 1 മൈനസ് ലാംഡ എക്സ് 3 എന്ന് എഴുതാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ എക്സ് 1 ഡാഷിനെ നമുക്ക് ലാംഡ എക്സ് 2 ഡാഷ് പ്ലസ് 1 മൈനസ് ലാംഡ എക്സ് 3 ഡാഷ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ട് ലാംഡ എക്സ് 2 ഡാഷ് പ്ലസ് 1 മൈനസ് ലാംഡ എക്സ് 3 ഡാഷ്. ഓക്കെ, അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? എക്സ് 1 ഡാഷ് ഇവിടെ പുട്ട് ചെയ്യാം. സോ ഇതെന്താണ്? എക്സ് 1 ഡാഷ് ആണ്. സോ എക്സ് 1 ഡാഷ് മൈനസ് എക്സ് 1 ഡാഷ് ഇതെന്തായി പോകും? 0 ആയി പോകും. സോ 0 ഇൻറ്റു ഡെൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. സോ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് തിരിച്ച് എഴുതിയാൽ എഫ് ഓഫ് എക്സ് 1 ഓക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ എഫ് ഓഫ് എക്സ് 2 പ്ലസ് 1 മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് 3. നമുക്കറിയാം എക്സ് 1നെ എക്സ് 2ൻ്റെയും എക്സ് 3ൻ്റെയും കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മളിവിടെ എഴുതിയതുപോലെ എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക? എക്സ് 1ന് ലാംഡ എക്സ് 2 പ്ലസ് 1 മൈനസ് ലാംഡ എക്സ് 3 എന്ന് പുട്ട് ചെയ്യാം. ഓക്കെ, സോ എഫ് ഓഫ് ദിസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ എഫ് ഓഫ് എക്സ് 2 പ്ലസ് 1 മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് 3 ഫോർ എവറി എക്സ് 1 എക്സ് 2 എക്സ് 3 ബിലോങ്സ് ടു കെ വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ ഇതെന്താണ്? കോൺവെക്സ് ആണെന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ്. സോ എഫ് ഓഫ് എക്സ് ഈസ് കോൺവെക്സ്. കോൺവെക്സ്ലി അസ്യൂം ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് കോൺവെക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് കോൺവെക്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. Then for every x1 x2 in K and for 0 less than lambda less than 1 1 minus lambda f of x1 plus lambda f of x2 greater than or equal to f of 1 minus lambda x1 plus lambda x2. Okay, convex ആയതുകൊണ്ട് f of x convex ആയതുകൊണ്ട് ഏത് രണ്ട് പോയിന്റ് x1 x2 എടുത്താലും ഈ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, സോ നമ്മളിത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് 1 മൈനസ് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 1 പ്ലസ് ലാംഡ എക്സ് 2 greater than or equal to this. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ലാംഡ മൈനസ് ലാംഡ എഫ് ഓഫ് എക്സ് 1 പ്ലസ് ലാംഡ എഫ് ഓഫ് എക്സ് 2. സോ ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സ് 2 മൈനസ് എഫ് ഓഫ് എക്സ് 1. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് 1 goes to the right side greater than or equal to f of this minus f of x1. Okay, so lambda non-zero ആണ്. ലാംഡ ഒരു ഇവിടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ലാംഡ കൊണ്ട് ഹോൾ ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുക. സോ നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, നമ്മളിവിടെ ജസ്റ്റ് ചെറിയൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യാം. 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 നമുക്ക് എന്ത് ചെയ്യാം? x1 പ്ലസ്
ലാംഡ x2 മൈനസ് ലാംഡ x1 എന്ന രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുക. എന്നിട്ട് ലാംഡനെ ഔട്ട് ചെയ്യുക. സോ നമ്മളിവിടെ അറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1 into x1 പ്ലസ് മൈനസ് ലാംഡ x1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 പ്ലസ് ലാംഡ x2. അപ്പോൾ ഇതിനൊന്ന് ജസ്റ്റ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ദെൻ ടേക്കിംഗ് ലിമിറ്റ് ആസ് ഡെൽറ്റ ടെൻസ് ടു 0. ഓക്കെ, ഡെൽറ്റയെ നമ്മൾ 0യിലേക്ക് ടെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നമുക്കറിയാം ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത് x2 മൈനസ് x1 ഡാഷ് ഇൻറ്റു ഡൽ എഫ് ഓഫ് x1. ഓക്കെ, സോ ദിസ് ഈസ് ദി പ്രൂഫ്. തിയറം: let f of x be a convex differentiable function defined in a convex domain K subset En. ഓക്കെ, En എന്നുള്ള യൂക്ലിഡിയൻ സ്പേസിൻ്റെ സബ്സെറ്റ് ആണ് K. ഓക്കെ, ഇതൊരു കോൺവെക്സ് സെറ്റാണ്. ഓക്കെ, ഈ കോൺവെക്സ് സെറ്റിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കോൺവെക്സ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ് എഫ്. ഓക്കെ, എഫ് കോൺവെക്സും ആണ് ഡിഫറൻഷ്യബിളും ആണ്. ദെൻ എഫ് ഓഫ് x0 ബിലോങ്സ് ടു K ഈസ് എ ഗ്ലോബൽ മിനിമം if and only if this condition is satisfies for all x belongs to K. അതായത് നമ്മൾ K ഉള്ള ഒരു x0 നമ്മൾ ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് x0 ഗ്ലോബൽ മിനിമം ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതേപോലെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എഫ് ഓഫ് x0 എന്തായിരിക്കും? ഒരു ഗ്ലോബൽ മിനിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഗ്ലോബൽ മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ നോക്കിയാൽ മതി ഫോർ എവറി x in K. ഓക്കെ, നമുക്കിതിൻ്റെ പ്രൂഫ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രൂഫ്: ഫസ്റ്റ് ലെറ്റ് എഫ് ഓഫ് x0 ബി എ ഗ്ലോബൽ മിനിമം. എഫ് ഓഫ് x0 ഒരു ഗ്ലോബൽ മിനിമം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതായത് എഫ് ഓഫ് എക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x0 ഫോർ ഓൾ x in K. കെയിലെ ഏത് പോയിന്റ് x എടുത്താലും എഫ് ഓഫ് എക്സ് എന്താണ്? എപ്പോഴും എഫ് ഓഫ് x0 ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാണ്. ഓക്കെ, ബൈ ഡെഫിനിഷൻ. ഓൾസോ സിൻസ് ഫോർ എവറി x in K ലാംഡ x പ്ലസ് 1 മൈനസ് ലാംഡ x0 ബിലോങ്സ് ടു K. നമ്മൾ എന്ത് ചെയ്യുക? K എന്നൊരു എക്സിനെ ചൂസ് ചെയ്യുക. ഇനി എക്സിൻ്റെയും ഈ x0ൻ്റെയും ഓക്കെ ഏതെങ്കിലും ഒരു x0 നമ്മൾ ചൂസ് ചെയ്യുക. ഒരു എക്സ് ഏതൊരു എക്സ് നമ്മൾ ചൂസ് ചെയ്താലും ഈ എക്സിൻ്റെയും x0ൻ്റെയും കോൺവെക്സ് ലീനിയർ കോമ്പിനേഷൻ വീണ്ടും Kയിലുണ്ടായിരിക്കും. കാരണം K കോൺവെക്സ് സെറ്റാണ്. ഓക്കെ, ഇംപ്ലൈസ് ഇനി നമ്മൾ ഈ പോയിൻറ്റിൻ്റെ ഇതൊരു പോയിൻ്റ് ആണല്ലോ Kയിലുള്ളത്. അപ്പോൾ എഫ് ഓഫ് എക്സിന് പകരം ഈ പോയിന്റ് കൊടുത്താലും എന്ത് ചെയ്യും? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം എന്താ? എഫ് ഓഫ് x0 ഒരു ഗ്ലോബൽ മിനിമം ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ എഫ് ഓഫ് ദിസ് പോയിന്റ് ഓക്കെ എഫ് ഓഫ് ദിസ് പോയിന്റ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x0. കാരണം എഫ് ഓഫ് x0 എന്താണ്? ഗ്ലോബൽ മിനിമം ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം. സോ എഫ് ഓഫ് x0 പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് മൈനസ് x0 മൈനസ് എഫ് ഓഫ് x0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നമ്മൾ എൻ്റയർ ക്വാണ്ടിറ്റീനെ രണ്ട് സൈഡിലും ലാംഡ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടേക്കിംഗ് ലിമിറ്റ് ആസ് ഡെൽറ്റ ടെൻസ് ടു 0. ഓക്കെ, ലിമിറ്റ് എന്ത് ചെയ്യുക? ഡെൽറ്റ ടെൻസ് ടു 0 അപ്ലൈ ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യും? ബൈ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് x0 ഡാഷ് ഇൻറ്റു ഡൽ എഫ് ഓഫ് x0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് നോക്കാം.